സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVM-ലേക്ക് സ്വാഗതം. അപ്പോൾ ഗൾഫ് മേഖലയിലുള്ള ആക്രമണം, അമേരിക്കൻ താല്പര്യങ്ങളിലേക്കുള്ള ആക്രമണം നിർത്തിവെച്ചും കൊണ്ട് ഇറാൻ പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. എന്തായാലും എല്ലാവർക്കും ആശ്വാസകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഗൾഫിൽ പല രാജ്യങ്ങളിലുമുള്ള ഒരുപാട് പ്രവാസികളുണ്ട്. അവരെല്ലാം അവരുടെ ജീവിതമാർഗം തേടി എത്തിയവരാണ്. അത് സൗദി ആവട്ടെ, കുവൈറ്റ് ആവട്ടെ, ഖത്തർ ആവട്ടെ, ബഹ്റൈൻ ആവട്ടെ, UAE ആവട്ടെ, ഒമാൻ ആവട്ടെ, എല്ലാ സ്ഥലത്തും ഇറാൻ ആക്രമണം നടത്തി. ആവശ്യമില്ലാത്ത ആക്രമണമാണ് നടത്തിയതെന്നാണ് എല്ലാവർക്കും പറയാനുള്ളത്. കാരണം അതിനോട് ആരും യോജിക്കുന്നവരില്ല. ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നവർ പോലും അതിനെ അനുകൂലിക്കുന്നില്ല. കാരണം ഇറാൻ്റെതായ ന്യായീകരണങ്ങളുണ്ട്. അവർ പറയുന്നത് അത് ഞങ്ങൾ ആക്രമിച്ചത് ഗൾഫ് രാഷ്ട്രങ്ങളെയല്ല, ഗൾഫിലെ അമേരിക്കൻ താല്പര്യങ്ങളെയാണ് ആക്രമിച്ചത്. അവരുടെ നേവൽ ബേസ്, അവരുടെ എയർഫോഴ്സ് ബേസും ഒക്കെയാണ് ഞങ്ങൾ ആക്രമിച്ചത്. അല്ലാതെ ഗൾഫുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല, യാതൊരു ശത്രുതയുമില്ല എന്നാണ് അവർ പറയുന്നത്. എന്ത് ന്യായം പറഞ്ഞാലും ശരി, ഞങ്ങളെ, അതായത് വിദേശികളായ പ്രവാസികളായ ഇവിടെ അധ്വാനിക്കാൻ വന്നവരെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. അത് മാത്രമല്ല, നമുക്ക് ആഹാരം തരുന്ന ഈ ഗൾഫ് രാഷ്ട്രങ്ങളെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു കാരണവശാലും സപ്പോർട്ട് ചെയ്യാൻ കഴിയുകയില്ല. എന്തായാലും ശരി, തൽക്കാലത്തേക്ക് ആക്രമണങ്ങളെല്ലാം നിർത്തിവെച്ച് അവർ മാപ്പ് പറഞ്ഞിരിക്കുകയാണ് ഇറാൻ. അതിന് വളരെയധികം സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും, രാഷ്ട്രങ്ങളായിരുന്നാലും ഗൾഫ് രാഷ്ട്രങ്ങളും ബാക്കിയുള്ള പ്രവാസികളും എല്ലാവരും. പല ആക്രമണങ്ങളും ഇറാൻ എന്നുള്ള വ്യാജേന ഇസ്രയേൽ ചെയ്തതായിട്ടും അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ അതായത് സൈപ്രസിൽ ആക്രമണം നടത്തി ഇംഗ്ലണ്ടിൻ്റെ ബേസിലത്തേക്ക്. അത് ഇറാൻ്റെ ഡ്രോൺ അല്ല എന്നാണ് ഇംഗ്ലണ്ട് പറയുന്നത്. അതുപോലെ തന്നെയാണ് സൗദി അറേബ്യയിലെ പല ആക്രമണങ്ങളും ഞങ്ങളല്ല നടത്തിയത് എന്ന് പറയുന്നു. നമുക്ക് പറയാൻ കഴിയില്ല. കാരണം യഹൂദന്മാരിൽ പാശ്ചാത്യ ശക്തികളും എന്ന് പറയുന്ന അമേരിക്ക എന്ന് പറയുന്നത് എപ്പോഴും ഈ ആളുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിക്കാനുള്ള പല പരിപാടികളും ചെയ്യുന്നുണ്ട്. നല്ല സൗഹൃദത്തിലിരിക്കുന്ന രാജ്യങ്ങളെ പരസ്പരം ശത്രുതയിലാക്കി, ഇല്ലാത്ത കുഴപ്പങ്ങളുണ്ടാക്കി അവരുടെ ഭാഗത്ത് ചേർക്കാൻ വേണ്ടി അവരില്ലാത്ത കുൽസിത ശ്രമങ്ങളെല്ലാം നടത്തും. കാരണം അവർ ദൈവഭയമില്ലാത്തവരാണ്, അവർ ദൈവവിശ്വാസികളുമല്ല. കാരണം ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവനെ ആക്രമിക്കുന്നതോ, മറ്റുള്ളവരുടെ സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് കയ്യേറി അത് കൈവശം വയ്ക്കുന്നതോ, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രവർത്തികൾ ഉണ്ടാക്കുന്നതോ, നിരപരാധികളായ കുട്ടികളെ, പെൺകുട്ടികളാവട്ടെ ആൺകുട്ടികളാവട്ടെ ആരാവട്ടെ, നിരപരാധികളായ മനുഷ്യരെ ആരെയായിരുന്നാലും കൊന്നുകൂട്ടുന്നതോ ഒന്നും ഒരു ദൈവവിശ്വാസിക്ക് ചേർന്ന പണിയല്ല. ഒരു ദൈവവിശ്വാസി, 100% ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് യാതൊരു കാരണവശാലും ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ ദൈവഭയമില്ലാത്ത ഈ തെമ്മാടിക്കൂട്ടങ്ങൾ കാട്ടിക്കൂട്ടുന്ന പ്രവൃത്തികളെ കൊണ്ട് മനുഷ്യകുലത്തിന് ഏതെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടും ദുഃഖവും എല്ലാം ഉണ്ടാക്കി വെക്കുന്ന പ്രവൃത്തികളാണ്. കാരണം ആളുകൾക്ക് അംഗഭംഗം വരുന്നു. ഒരു യുദ്ധം എന്ന് പറയുന്നത് ആർക്കും സന്തോഷമുണ്ടാക്കുന്ന കാര്യമല്ല. യുദ്ധത്തിന്റെ അവസാനം എന്ന് പറയുന്നത് കുറെ പേര് കാലും കൈയും നഷ്ടപ്പെട്ട് സംസാരിക്കാൻ നിവൃത്തിയില്ലാതാവുന്നു, കുറെ പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നു, കുറെ വസ്തുവകൾ നശിക്കുന്നു. അങ്ങനെ സാമ്പത്തികമായിരുന്നാലും ശരി, ശാരീരികമായിരുന്നാലും ശരി, വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, വളരെയധികം വികൃതമായ മനസ്സിന്റെ ഉടമകൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവൃത്തിയാണ് ഈ യുദ്ധം എന്ന് പറയുന്നത്. ഈ ആധുനിക കാലഘട്ടത്തിൽ ഏതൊരു യുദ്ധമായിരുന്നാലും ശരി, അത് ഇല്ലാതാക്കാൻ നമുക്ക് എന്തെല്ലാം വഴികളുണ്ട്. ഇവിടെ ലോക സംഘടനയുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ വെറും നോക്കുകുത്തികളാണ്. അമേരിക്കയുടെ നോക്കുകുത്തിയാണ് ഇവിടെ UN എന്ന് പറയുന്നത്. യുണൈറ്റഡ് നേഷൻസ് ഓഫ് യുണൈറ്റഡ് നേഷൻസ് എന്തിനു വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്? ഒരു കാര്യമില്ല. കാരണം അവർക്കൊന്നും ഫലപ്രദമായി UN സെക്രട്ടറി ജനറലിന് എന്താണ് പിന്നെ പവർ എന്ന് പറയുന്നത്? ഒരു പവറുമില്ല. യഥാർത്ഥത്തിൽ ഒരു പവറുമില്ല. വെറുതെ ഒരു യുണൈറ്റഡ് നേഷൻസ് ഉണ്ടാക്കി വെച്ച് അതിനൊരു സെക്രട്ടറി ജനറലിനെ പ്രതിഷ്ഠിച്ച് അതിനു വേണ്ടി ഈ പണം ചെലവാക്കുന്നതല്ലാതെ ഒരു കാര്യവും ഈ ലോകത്ത് നടത്താൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. കാരണം ഈ ഇസ്രയേലിനെതിരെ എത്രയോ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി, എത്രയോ ശാസനങ്ങൾ പുറപ്പെടുവിച്ച്, എത്രയോ UN അസംബ്ലി പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ട് ഇന്ന് വരെ ഒരു കാര്യങ്ങൾ പോലും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അത്രത്തോളം ജനങ്ങൾക്ക്
അതിനോട് പുച്ഛമാണ്, പരമപുച്ഛമാണ് UN എന്നൊക്കെ പറയുന്നത്. അമേരിക്ക പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ ലോകത്ത് നടത്തുന്നത്, അല്ലെങ്കിൽ ലോക വൻശക്തികൾ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ ലോകത്ത് നടക്കുന്നത്. അല്ലാതെ വേറൊന്നുമല്ല. ഇപ്പോൾ ഇന്ത്യക്ക് തന്നെ അമേരിക്ക പെർമിഷൻ കൊടുത്തു, നിങ്ങൾ റഷ്യയിൽ നിന്നോ അല്ലെങ്കിൽ ഇറാനിൽ നിന്നോ നിങ്ങൾ ക്രൂഡ് ഓയിൽ വാങ്ങിച്ചോളാം. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പാരമ്പര്യമുള്ള മഹത്തായ ഒരു ജനാധിപത്യ മതേതരത്വ രാഷ്ട്രം. ആ രാഷ്ട്രത്തിന് അമേരിക്ക അനുമതി കൊടുക്കുകയാണ്, നിങ്ങൾ പിന്നെ റഷ്യയിൽ നിന്നോ ഇറാനിൽ നിന്നോ വേറെ എവിടെന്നെങ്കിലുമൊക്കെ ക്രൂഡ് ഓയിൽ വാങ്ങിച്ചോളാം. അതായത് അവർ പറയുന്ന സ്ഥലത്ത് നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിക്കാൻ നമ്മൾ ആ മണ്ടൻ പ്രധാനമന്ത്രി പോയി ഒപ്പിട്ട് കൊടുത്തിട്ട് വന്നു. ആരുടെയും പെർമിഷൻ ഇല്ലാതെയാണ് അയാൾ പോയി ഒപ്പിട്ടത്. പാർലമെന്റിന്റെ പെർമിഷൻ ഉണ്ടോ, അവരുടെ പാർട്ടിയുടെ പെർമിഷൻ ഉണ്ടോ, RSSകാരുടെ പെർമിഷൻ ഉണ്ടോ എന്ന് നമുക്കറിഞ്ഞൂടാ. എന്തായാലും ശരി, അയാളുടെ തന്നിഷ്ടപ്രകാരം ചെയ്യുന്ന പ്രവൃത്തികൾ ഇന്ത്യയെ എവിടെ കൊണ്ട് ചെന്നെത്തിക്കും? ഇന്ത്യയെ നാണക്കേടിലും മാനക്കേടിലും പെടുത്തി നമ്മുടെ ആ പേരും പ്രശസ്തിയും പെരുമയും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങിയിരിക്കുകയാണ്. എന്തായാലും ശരി, ഗൾഫുകാരായ പ്രവാസികൾക്കെല്ലാം സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇനി മേലിൽ ഇറാൻ യാതൊരു കാരണവശാലും അങ്ങനെയുള്ള ആക്രമണങ്ങൾ നടത്തുന്നത്. എന്തായാലും ശരി, നല്ലതായിട്ട് മനുഷ്യന്മാർക്ക്, അതായത് പരിശുദ്ധമായ റമദാൻ മാസമാണ്. ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ തന്നെ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനെ ആക്രമിക്കുന്നു. ആദ്യം ആക്രമിക്കുന്ന ആരെയാണ്? കൊച്ചുകുട്ടികളാണ്. 100-ൽ പരം കുട്ടികളെ അവർ കൊന്നുകൂട്ടി. ഒരു വിദ്യാലയത്തിലാണ് അവർ ബോംബിട്ടത്. അപ്പോൾ അങ്ങനെ കൊന്നുകൂട്ടിയതിനു ശേഷം പിന്നെ അല്ലാതുള്ള ആക്രമണങ്ങൾ. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ള. അതാണ് ഏത് ചെറ്റത്തരവും എന്ത് തെണ്ടിത്തരവും കാണിക്കുന്ന തെമ്മാടി രാഷ്ട്രങ്ങളാണ് ഈ അമേരിക്കൻ യഹൂദന്മാരും എന്ന് പറയുന്നത്. അവരെ വിശ്വസിക്കാൻ പാടില്ല, അവരെ വിശ്വസിക്കാനേ പാടില്ല, യാതൊരു കാരണവശാലും വിശ്വസിക്കരുത്. ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം അതിനെപ്പറ്റി ചിന്തിച്ച് പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയവരേ അല്ല. കാരണം അവരുടെ താല്പര്യ സംരക്ഷണങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ എല്ലാം ഈ എയർ ബേസ് ആയിരുന്നാലും നേവൽ ബേസ് ആയിരുന്നാലും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അല്ലാതെ ഈ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടോ ഒരു വിഷമം ഒന്നോ എനിക്ക് തോന്നുന്നില്ല പിന്നെ അവരെ സഹായിക്കുമെന്ന്. കാരണം ആരും സഹായിക്കില്ല. നമ്മൾ ഗൾഫ് മുസ്ലിം രാഷ്ട്രങ്ങളെ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളെ ഒന്നും ഈ 100% 100% സഹായിച്ചതായിട്ട് ചരിത്രമില്ല ഇതുവരെ. അവര് കാട്ടിക്കൂട്ടും, അതും ഇതും ഇങ്ങനെ കാട്ടിക്കൂട്ട് അവരെ ദുരിതത്തിലാഴ്ത്തി അവർ പിന്മാറുകയും ചെയ്യും. അതാണ് സംഭവിക്കാൻ പോകുന്നത്, സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ശരി, എല്ലാവരും പടച്ചവനിൽ, അതായത് വിശ്വാസം അർപ്പിക്കുക. നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിൽ നമ്മൾ പിന്നെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ദീനിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയാൽ യാതൊരു ആപത്തും നമുക്ക് വരില്ല. അങ്ങനെ വരുന്ന ആപത്തുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിടാനുള്ള നമുക്ക് മനസ്സാധ്യവും മനസ്സാന്നിധ്യവും മനഃശക്തിയും മാനസികമായ നമുക്ക് ഉള്ള ഒരു ധൈര്യവും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ പാശ്ചാത്യ ശക്തികളോ അമേരിക്കയോ ഈ യഹൂദന്മാരോ ഒന്നും നമുക്ക് പറ്റിയവരല്ല. അവരെന്ന് പറയുന്നത് നമ്മളെ വഞ്ചിക്കും, ചതിക്കും, നമ്മളെ ആപത്തിൽ പെടുത്താനാണ് അവർ ശ്രമിക്കുന്നത്. അവരോട് നമ്മൾ സ്നേഹം കാണിച്ചിട്ടോ അവരിൽ നമ്മൾ വിശ്വസിച്ചിട്ടോ യാതൊരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കഴിയുന്നത്ര കൂടുതലായിട്ട് ദീനുമായിട്ട് ബന്ധപ്പെട്ട് ദീനിനെ മുറുകെ പിടിച്ച് ജീവിച്ചാൽ യാതൊരു പ്രശ്നങ്ങളും നമുക്ക് വരികയില്ല എന്നാണ് എൻ്റെ ബലമായ അഭിപ്രായവും. അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കണമെന്നും ദീനിനെ മുറുകെ പിടിച്ച് ദീനിയായ കാര്യങ്ങൾ ചെയ്ത് മനുഷ്യർക്ക് നന്മ ചെയ്ത് ഈ ലോകത്ത് നല്ലതുപോലെ ജീവിക്കാൻ എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ജയ് ഹിന്ദ്, ജയ് ഭാരത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.